ആൺസുഹൃത്തുക്കൾക്കൊപ്പം പെൺകുട്ടികൾ പുറത്തിറങ്ങിയാൽ അവരെന്തോ മോശക്കാരാണെന്ന ചിന്തയാണ് ചിലർക്ക്. ചിലർ സദാചാര ഗുണ്ടായിസം നടത്തുമ്പോൾ മറ്റു ചിലർ വേറെ തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കും. പട്ടാപ്പകൽ തൊടുപുഴ നഗരമധ്യത്തിലെ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കോളേജ് വിദ്യാർത്ഥിനിയെ തടഞ്ഞുവെച്ച് അവമാനിച്ച ശേഷം മർദ്ദിച്ചതാണ് ഒടുവിലത്തെ സംഭവം. കൂടെ എത്തിയ സഹപാഠികൾക്ക് മർദ്ദനമേറ്റു. സംഭവത്തിൽ തൊടുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30 തൊടുപുഴയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ വിദ്യാർത്ഥിനിക്ക് മർദ്ദനമേറ്റത്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നടക്കുന്ന വടംവലി മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. ഇതിൽ ഒരു വിദ്യാർത്ഥിനിയും 3 സഹപാഠികളും മങ്ങാട്ട് കവലയിലുള്ള റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാനെത്തി. ഭക്ഷണം കഴിക്കവേ അടുത്ത മേശയ്ക്ക് ചുറ്റും ഇരുന്നിരുന്ന 4 യുവാക്കളിൽ ഒരാൾ പെൺകുട്ടിയുടെ ദേഹത്ത് മനഃപൂർവ്വം ചാരിയതിനെ ചൊല്ലി തർക്കമുണ്ടായി. ദേഹത്ത് തട്ടിയ യുവാവിനെ പെൺകുട്ടി രൂക്ഷമായി നോക്കിയപ്പോൾ യുവാക്കൾ പരസ്യമായി അശ്ലീല പദപ്രയോഗം നടത്തിയെന്നാണ് പരാതി. ഇതോടെ തർക്കം മൂർച്ഛിക്കുകയും കരണത്തടിക്കുകയും ചെയ്തെന്ന് പെൺകുട്ടി നൽകിയ പരാതിയിൽ പറയുന്നു. ഭയന്ന് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികളെ 4 പേരും കൂടി തടഞ്ഞുവെച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. യുവാക്കളിൽ ഒരാൾ കത്തിയെടുത്ത് വീശിയപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ മൂക്കിന് മുറിവേൽക്കുകയും ചെയ്തു. അക്രമത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതികളിൽ ഒരാളുടെ ബൈക്ക് നാട്ടുകാർ പോലീസിനെ ഏൽപ്പിച്ചു. സംഭവത്തിൽ വിദ്യാർത്ഥിനിയുടെ മൊഴിയെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അക്രമികളിൽ ഒരാൾ നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള കുപ്രസിദ്ധ ഗുണ്ടയും കാപ്പ നിയമപ്രകാരം ജയിലിലടയ്ക്കപ്പെടുകയും ചെയ്തയാളാണെന്ന് പോലീസ് പറഞ്ഞു. അക്രമത്തിന്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ന്യൂസ് 18 തൊടുപുഴ.